കലവൂർ സുഭദ്ര കൊലക്കേസിൽ പിടിയിലായ പ്രതികളെ ഇന്ന് ആലപ്പുഴയിലെത്തിക്കും. മാത്യൂസ്, ഷർമിള എന്നിവരാണ് പിടിയിലായത്. കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ഉടുപ്പിയിൽ നിന്ന് 7 കിലോമീറ്റർ അകലെ മണിപ്പാലിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെടാനുള്ള യാത്രാമധ്യയാണ് പ്രതികൾ പിടിയിലായത്. കൊലപാതകത്തിനു ശേഷം നാടുവിട്ട ഷർമിളയെയും മാത്യൂസിനെയും തേടി പോലീസ് സംഘം കഴിഞ്ഞ ദിവസം തന്നെ ഉടുപ്പിയിലെത്തിയിരുന്നു. 4 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം. ഷർമിള പോകാനിടയുള്ള ഇടങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ഇതിനിടെ പണം പിൻവലിച്ച വിവരങ്ങൾ പരിശോധിച്ചാണ് ഇരുവരും ഉടുപ്പിയിലുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. പ്രതികളുമായി പ്രത്യേക അന്വേഷണ സംഘം ആലപ്പുഴയിലേക്ക് തിരിച്ചു. ആലപ്പുഴയിൽ എത്തിച്ച ശേഷം വിശദമായ ചോദ്യം ചെയ്യും. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകം നടത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. മൃതദേഹത്തിന് 1 മാസത്തെ പഴക്കമുള്ളതിനാൽ പോസ്റ്റ്മോർട്ടം സങ്കീർണമായിരുന്നു. ശരീരത്തിൽ ക്രൂരമർദ്ദനമേറ്റതായി പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക വിവരമുണ്ടെങ്കിലും മരണകാരണം വ്യക്തമല്ല. സുഭദ്ര കൊല്ലപ്പെടുന്നതിന് മുൻപ് ക്രൂരമർദ്ദനത്തിന് ഇരയായി എന്നാണ് സൂചന. മൃതദേഹത്തിൽ നിറയെ ഒടിവുകളും ചതവുകളും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. ഇരുവശത്തെയും വാരിയെല്ലുകൾ പൂർണ്ണമായും ഒടിഞ്ഞ നിലയിലാണ്. കഴുത്തും ഇടതുകൈയും ഒടിഞ്ഞിട്ടുണ്ട്. ഇതിലേതാണ് മരണകാരണമെന്ന് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. മരണശേഷവും മൃതദേഹത്തിൽ ഒടിവുകൾ ഉണ്ടായോ എന്ന് സംശയമുണ്ട്. ഓഗസ്റ്റ് 4-ന് കാണാതായ കൊച്ചി കരുത്തല റോഡ് സ്വദേശി ശിവകൃപയിൽ സുഭദ്രയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസ്, ഭാര്യ കർണാടക ഉടുപ്പി സ്വദേശി ഷർമിള എന്നിവർക്കായി അയൽ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണ സംഘങ്ങളെ അയച്ചിരുന്നു. സുഭദ്രയുടേതെന്ന് സംശയിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ആലപ്പുഴയിലെയും ഉടുപ്പിയിലെയും സ്ഥാപനങ്ങളിൽ പണയം വച്ചിരുന്നതായും ഷർമിളയാണ് പണയം വച്ചതെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ആഭരണങ്ങൾക്ക് വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പ്രതികളെ ചോദ്യം ചെയ്താലേ വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. ഇതിനിടെ മൃതദേഹം മറവു ചെയ്ത കുഴിയെടുത്തതിന് പോലീസ് കസ്റ്റഡിയിലെടുത്ത കാട്ടൂർ കിഴക്കേവെളിയിൽ വീട്ടിൽ അജയനെ ചോദ്യം ചെയ്യുന്നതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആലപ്പുഴ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാത്യൂസിന്റെ സുഹൃത്ത് കൊലപാതകവുമായി പങ്കുണ്ടെന്നുള്ള സംശയത്തെ തുടർന്ന് പോലീസ് നിരീക്ഷണത്തിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത മൃതദേഹം കഴിഞ്ഞ ദിവസം 4-ന് രവിപുരം ശ്മശാനത്തിൽ സംസ്കരിച്ചിരുന്നു. സിഫ്നെറ്റ് മുൻ ജീവനക്കാരൻ പരേതനായ ഗോപാലകൃഷ്ണനാണ് സുഭദ്രയുടെ ഭർത്താവ്. മക്കൾ രാജീവ്, രാധാകൃഷ്ണൻ, രാജേഷ്. സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കാനാണ് കൊല നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. സ്വർണം വിറ്റത് മംഗളൂരുവിലും ആലപ്പുഴയിലുമുള്ള ജ്വല്ലറികളിലാണ്. ആലപ്പുഴയിലെ ജ്വല്ലറിയിൽ നിന്ന് 27,000 രൂപ മാത്യൂസിന്റെ ഗൂഗിൾ പേ നമ്പറിലേക്ക് വന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. സുഭദ്രയുടെ കൊലപാതക കേസിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങളാണ്. കാണാതായ ഓഗസ്റ്റ് 4-ന് പകൽ 3-ന് എറണാകുളം സൗത്ത് കരുത്തല റോഡിലൂടെ ഇവർ സുഹൃത്ത് ഷർമിളയ്ക്കൊപ്പം പോകുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു.